അമേരിക്കയെ നടുക്കി വീണ്ടും സ്കൂളിൽ വെടിവെപ്പ്. സ്കൂളിലുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. വെടിവെച്ചയാൾ സ്വയം വെടിവെച്ച് മരിച്ചതായും പോലീസ് പറഞ്ഞിട്ടുണ്ട്. വിസ്കോൺസിനിലെ മാഡിസണിലുള്ള സ്കൂളിലാണ് വെടിവെപ്പുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ അധ്യാപകനാണ്. 17 വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ് വെടിവെച്ചത് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്. പോലീസ് എത്തിയപ്പോഴേക്കും കുറ്റവാളി സ്വയം വെടിവെച്ച് മരിച്ചിരുന്നു. ഇവർ എന്തിനാണ് വെടിവെപ്പ് നടത്തിയതെന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. ക്ലാസ് തുടങ്ങിയ വേളയിൽ ഈ വിദ്യാർത്ഥി ക്ലാസ്സിൽ ഹാജരായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. വെടിവെപ്പിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. LKG മുതൽ 12ാം ക്ലാസ് വരെ 400ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. വെടിശബ്ദം കേട്ട് കുരുന്നുകൾ അടക്കമുള്ളവരാണ് ആശങ്കയിലായത്. വെടിശബ്ദം കേട്ടതിന് പിന്നാലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചതായിട്ടാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ ഡ്രിൽ നടത്തിയിരുന്നു. അത് യഥാർത്ഥ വെടിവെപ്പുണ്ടായപ്പോൾ തുണയായി മാറുകയും ചെയ്തു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മാഡിസൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. US-ൽ 17 വയസ്സുള്ള ഒരാൾക്ക് നിയമപരമായി തോക്ക് കൈവശം വയ്ക്കാൻ അധികാരമില്ല. തോക്ക് നിയന്ത്രണവും സ്കൂൾ സുരക്ഷയും ഇവിടെ വലിയ സാമൂഹിക പ്രശ്നമാണ്. സമീപ വർഷങ്ങളിൽ വെടിവെപ്പുകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷം US-ൽ 322 സ്കൂളുകളിലാണ് വെടിവെപ്പ് ഉണ്ടായത്. 2023-ൽ 349 വെടിവെപ്പുകൾ ഉണ്ടായിരുന്നു.